യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കും. നല്ല കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്നോട് അല്പം കൂടെ അടുക്കുവാനും നിൻ്റെ കുരിശിനെ അല്പം കൂടെ തിരിച്ചറിയുവാനും ഞങ്ങൾ ശ്രമിക്കുന്ന ഈ ധന്യദിനങ്ങളിൽ അതിൻ്റെ ഒരു ഞായറാഴ്ച കൂടെ രാത്രിയിലും ഒരുമിച്ച് കൂടുവാൻ ഞങ്ങളെ നീ സഹായിച്ചല്ലോ. ചില വേദനകളും ചില അറിവുകളും ചില അനുഭവങ്ങളുമാണ് ഞങ്ങളതിനോട് ചേർത്ത് നിർത്തുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ സ്ഥിരമായി ചെയ്തു വരുന്നത് പോലെയല്ല, ഞങ്ങളുടെ ആത്മീക അന്വേഷണത്തിൻ്റെ ഒരടുത്ത തലത്തിലേക്ക് പ്രവേശിപ്പാൻ നിക്കോദേമസിനെ പോലെ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുന്നു. അറിയുന്നതും വിശ്വസിക്കുന്നതും മാത്രമല്ല, അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല അവസരം കൂടെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ തന്ന് നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങൾക്ക് നിന്നോട് ഒരു രഹസ്യ സംഭാഷണം നടത്താനായിട്ടുണ്ട്. നിൻ്റെ കുരിശ് ഞങ്ങളുടെ നിശബ്ദമായും രഹസ്യമായും ഒരു ആത്മീക സത്യവും മർമ്മവും ഒക്കെ പറയുന്നുണ്ട്. നീ ഞാനും മാത്രമായി അത് സംസാരിച്ച് ഒരു ധാരണയിലെത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ഞങ്ങളുടെ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീക അഭിവൃദ്ധിക്കും കാരണമാക്കി തീർക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമെന്ന്. ഒരു രാത്രിയിലെ ചില വിചാരങ്ങൾ ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഗെത്സമനയിലെ ആ രാത്രി, വേറൊരു രാത്രിയുടെ ഒരു ചെറിയ വിചാരത്തിലേക്കാണ് ഈ രാത്രിയിൽ നമ്മൾ പ്രവേശിക്കുന്നത്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. കുരിശിൻ്റെ ധ്യാനങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്തീയ പ്രസംഗങ്ങളുടെ ഒരു പൊതു സ്വഭാവം അതിൻ്റെ ഏറ്റവും നല്ല ബിംബങ്ങളുടെയും അടയാളങ്ങളുടെയും ചുവട് പിടിച്ച് പോവുക എന്നുള്ളതാണ്. എന്നാൽ തമസ്കരിക്കപ്പെട്ടതും വിസ്മൃതിയിലാക്കപ്പെട്ടതും വളരെ ചെറിയ നേർത്ത ഇടപെടൽ കൊണ്ട് കുരിശിനെ ധന്യമാക്കിയതുമായിട്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഈ മാത്രമല്ല, മനുഷ്യൻ്റെ വിചാരങ്ങളുടെ ബുദ്ധിയുടെ ഒരു പ്രമാണം നെഗറ്റീവായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളതാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞതിനെ, ശിഷ്യന്മാർ അകലം പാലിച്ചതിനെ, യൂദാസ് ഒറ്റുകൊടുത്തതിനെ, പ്രസംഗിച്ചതിൻ്റെ അത്രയും കുരിശിൻ്റെ ചൂട്ടിൽ നിശബ്ദരായി ധ്യാനിച്ചു നിന്ന യോഹന്നാനെ പറ്റിയോ നമ്മളത് പ്രസംഗിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. എത്ര സ്ത്രീകളുണ്ടെന്ന് ഞാനിപ്പോൾ ചോദിച്ചാൽ തന്നെ അറിയാം. എത്ര സ്ത്രീകളുണ്ടായിരുന്നു ഇവിടെ? ഞാൻ ചോദ്യം ചോദിക്കുന്നത് പ്രസംഗത്തിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് അറിഞ്ഞുകൂടാ. എന്നാൽ നെഗറ്റീവായിട്ടുള്ള എല്ലാ വസ്തുതകളെയും നമുക്കറിയാം. നമ്മൾ അങ്ങനെ ധ്യാനിച്ച് വരുന്ന കൂട്ടത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കാതെ പോകുന്ന ചില മനുഷ്യരെ പറ്റി ഒരു ചെറിയ വിചാരം പങ്കുവെച്ച് വളരെ വേഗത്തിൽ ഇരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ക്രിസ്തീയതയെ ഞാൻ മനസ്സിലാക്കുന്നത് ചലിപ്പിച്ചതും അതിനെ ഇത്ര ഭംഗിയുള്ളതാക്കിയതും വലിയ പ്രഗത്ഭന്മാരൊന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിച്ചെങ്കിൽ നമ്മളാരും ഇവിടെയൊന്നും ഇങ്ങനെ ഇരിക്കാൻ സാധ്യത വളരെ കുറവാണ്. ആരും കാണാതെ രഹസ്യമായി പ്രാർത്ഥിച്ചും രഹസ്യമായി ശുശ്രൂഷിച്ചും ഒക്കെ പോയ കുറേ വ്യക്തികളാണ് ക്രിസ്തീയതയെ ഇത്രയും സമ്പുഷ്ടമാക്കിയതെന്നാണ് എൻ്റെ ഒരു എളിയ വിചാരം. ഈ വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ അതിന് പറയാനായിട്ട് സാധിക്കുമെങ്കിലും ഞാൻ ഈ രാത്രിയിൽ അത് ധ്യാനിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞ വിചാരങ്ങൾക്ക് ചുവടുപിടിച്ച് രാത്രിയിൽ വന്നു എന്നുള്ളതിൻ്റെ പേരിൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും അങ്ങനെ തന്നെ വിലയിരുത്തപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെയാണ് ഈ രാത്രിയിൽ നമ്മൾ ധ്യാനിക്കാൻ എടുക്കുന്നത്. വളരെ വിശദമായ ഒരു ആത്മീക സംഭാഷണം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ആഴത്തിലും ദീർഘമായ ഒരു ആത്മീക സംഭാഷണം കിണറ്റിൻകരയിലെ സ്ത്രീയുമായും ക്രിസ്തു നടത്തുന്നു. ഈ രണ്ട് ആത്മീക സംഭാഷണങ്ങളുടെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് 100%, 99 അല്ല, 100% ആത്മീക വർത്തമാനങ്ങളാണ്. ഒരാളോട് ജീവന്റെ ജലത്തെപ്പറ്റിയും വരുവാനിരിക്കുന്ന മശിഹയെപ്പറ്റിയും ഒരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അല്പം കൂടെ ആഴത്തിലുള്ള വീണ്ടും ജനനത്തെപ്പറ്റി ആരോട് സംസാരിക്കുന്നു? നിക്കോദേമോസിനോട് സംസാരിക്കുന്നു. 100% ആത്മീകമായ സംഭാഷണം. ഈ രാത്രിയിൽ അതാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവുമായിട്ട് രഹസ്യ സംഭാഷണം ഈ രാത്രിയിൽ നടത്താനായിട്ടുണ്ട്. ഒരു കുഞ്ഞു സംഭാഷണം, നമ്മുടെ ആത്മീക ജീവിതത്തെ പറ്റി ഒരു വർത്തമാനം ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനോട് നടത്തി മടങ്ങിപ്പോകാൻ സാധിച്ചാൽ ഈ കുരിശിൻ്റെ ധ്യാനം ഏറെ നന്നാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് 3 വാക്കുകൾ കൊണ്ടാണ്. ഒന്ന്, അവൻ്റെ പേര് പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനത് വായിക്കാതെ വിട്ടതാണ്. 1-ാം വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അവൻ പരീശനാണ്, യഹൂദന്മാരുടെ പ്രമാണിയാണ്, നിക്കോദേമോസാണ്. 3 കാര്യങ്ങൾ. ഈ 3 കാര്യത്തിനും 3 വിശേഷപ്പെട്ട സാങ്കത്യമുള്ളത് കൊണ്ടാണ് അതങ്ങനെ തന്നെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഈ മനുഷ്യന് വരുന്നുമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത്. അവൻ പരീശനാണ്. അതായത് ഒറ്റ വാചകത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന് ഈ ന്യായപ്രമാണത്തെപ്പറ്റി, യഹൂദ പാരമ്പര്യങ്ങളെപ്പറ്റി, ഗ്രന്ഥങ്ങളെപ്പറ്റി, വാമൊഴികളെപ്പറ്റി, പാരമ്പര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ട്. ഈ പരീശന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു ചിട്ട എന്ന് പറയുന്നത് ന്യായപ്രമാണം അവന് ആഗമാനം പഠിച്ചിരിക്കണമെന്നുള്ളതുകൊണ്ട് അത് നമുക്കറിയാം. ആ ന്യായപ്രമാണം ആഗമാനം പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. നമ്മൾ ഈ കാണുന്ന തരത്തിലല്ല ആ ന്യായപ്രമാണം. നമുക്ക് കേവലം പഞ്ചഗ്രന്ഥങ്ങളിൽ അത് ചില്ലറ അടയാളപ്പെടുത്തലുകൾ നടത്തി വിട്ടുപോയിട്ടുണ്ട്. അതൊന്നും അല്ല. അതിനേക്കാളൊക്കെ ആഴത്തിൽ തൽമൂദുകളും പ്രമാണങ്ങളും ഒക്കെ ഇവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിലുപരിയായി പരീശന്മാരെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വൈദ്യന്മാരുണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം പഠിക്കാനായിട്ട് പുസ്തകങ്ങളൊന്നുമില്ല. നാട്ടുവൈദ്യം പഠിക്കാനായിട്ട് ഇപ്പം പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ഇത് കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പാരമ്പര്യമായി ഒരു അപ്പൻ മകനോ അല്ലെങ്കിൽ ആ അപ്പൻ ഒരു മനുഷ്യൻ തനിക്കേറെ വാത്സല്യമുള്ള ഒരു ശിഷ്യനോ മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഒറ്റ മനുഷ്യൻ. അതാണ് അതിൻ്റെ പുണ്യം. അതിനെ നമ്മൾ കൈപ്പുണ്യമെന്ന് പറയും. പരീശന്മാരുടെ ഒരു അടയാളം, ഇവരൊരു വലിയ കൂട്ടം മനുഷ്യരുടെ മുമ്പിൽ വച്ച് ഞാനിതൊക്കെ ചെയ്തു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് അവർ പരീശനാകുന്നതാണ്. അതിലുപരിയായി മോശ ദൈവവുമായി സംസാരിച്ച സമയത്ത് സീനായ് മലയിൽ വച്ച് ഈ പകൽ പറഞ്ഞു കൊടുത്ത ന്യായപ്രമാണങ്ങളും കൽപ്പനകളും മാത്രം എഴുതിയെടുക്കും. കൽപ്പനകളിലാണ് എഴുതുന്നത്, സമയമെടുക്കും, വളരെ കുറച്ചേ ഉള്ളൂ. രാത്രി മോശയുമായിട്ട് ദൈവം അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി സംസാരിച്ചു എന്നൊരു പാരമ്പര്യം ഇസ്രായേലിലുണ്ട്. പകൽ സംസാരിച്ചു കൊടുത്ത ന്യായപ്രമാണത്തിന്റെ അനക്സുകൾ, അനുബന്ധങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ജീവിതത്തിൽ അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാമെന്നുള്ള വിശദീകരണങ്ങൾ മോശയോട് ദൈവം രാത്രി സംസാരിച്ചു. ആ സംഭാഷണത്തെ മോശ യോശുവയോട് കൊടുത്തു. അഹരോനല്ല കൊടുത്തത്, തനിക്ക് ശേഷം നേതൃനിരയിലേക്ക് വന്ന യോശുവയ്ക്ക് കൊടുത്തു. യോശുവ തൊട്ടടുത്ത മനുഷ്യന് കൊടുത്തു. ഇങ്ങനെ ഇത് വാമൊഴിയായി ക്രിസ്തുവിൻ്റെ കാലത്തും തുടർന്നും പഠിച്ചു വരുന്നു. ഒരു കാര്യം വാമൊഴിയായി പഠിക്കണമെങ്കിൽ അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഒരു മനുഷ്യൻ പുലർത്തണം. പുസ്തകം വായിച്ച് പഠിക്കാൻ ആരുടെയും സഹായമുണ്ട്. ഒരു മനുഷ്യന്റെ കാൽ കീഴെ ചെന്നിരുന്ന് 100% അർപ്പണമുള്ളവനായി ഈ കാര്യം പഠിച്ച് വളർന്നു വന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആത്മീകതയെപ്പറ്റി, പ്രമാണങ്ങളെപ്പറ്റി, ആത്മീക ജീവിതത്തിന്റെ പൊതുവായ രീതികളെ പറ്റി ആഴത്തിൽ അറിവുള്ള നിക്കോദേമോസ് തുടർന്ന് താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് അവൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നിട്ട്
അവൻ 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. രസകരമായ ആഴത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം അവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ക്രിസ്തുവിന്റെ ഉത്തരവുണ്ട്. അതിൽ നിന്ന് തന്നെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ എൻ്റെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ വേഗത്തിൽ കൊണ്ടുവരട്ടെ. അവൻ ഒന്നാമത് രാത്രിയിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. 4-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ നിക്കോദീമോസ് യേശുവിനോട് പറയുന്നുണ്ട്, 3-4 വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ആർക്കും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും കർത്താവ് മുഖവിലേക്ക് എടുക്കുന്നില്ല. അവിടെ ഞങ്ങളെന്നുള്ളൊരു പ്രയോഗമുണ്ട്. പരീശന്മാരുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു സഹോദര പ്രസ്ഥാനമാണ്. യേശുവിൻ്റെ കാലത്ത് ഏകദേശം 6000 പേരുണ്ടായിരുന്നു. ഇവരൊരു സമൂഹമായിട്ടും സഹോദരന്മാരായിട്ടും കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി. ഒരു വലിയ ആത്മീക സമ്പത്തിന്റെ പൈതൃകത്തിന്റെ ഒരു പ്രതിനിധിയായി, ഒരുപാട് മനുഷ്യരുടെ പ്രതിനിധിയായി ഈ നിക്കോദീമോസ് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. നിങ്ങൾ ഈ സെമിനാരിയിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കും സെമിനാരി അല്ലെങ്കിൽ ഈ മതപരമായ വേദപുസ്തകത്തെ ആഴത്തിൽ സംസാരിക്കുന്ന ഞാനിതിരിപ്പേനെയൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആത്മീക അറിവ് പരസ്പരം സംസാരിക്കാറുണ്ട് വേദപുസ്തകത്തിൽ നിന്ന്. ഇപ്പോൾ പരീശന്മാരുടെ കൂട്ടം കൂടുന്ന അവർ കൂട്ടമാണ്, അവർ ഒറ്റപ്പെട്ടില്ല, അവർ കൂട്ടമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും പറഞ്ഞു പോയാൽ ഒരുപാട് സമയമുള്ളൂ. ഇവൻ വെറും പരീശനല്ല, ന്യായാധിപ സംഘത്തിൽ അംഗം കൂടെയാണ്. എന്താണ് ന്യായാധിപ സംഘം? പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ ഗ്രാമത്തിനും 70 പരീശന്മാരെ വെച്ച് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വ്യവഹാരങ്ങൾക്ക് തീർപ്പുണ്ടാക്കുന്നത് ഈ മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ഒരു ന്യായാധിപ സംഘത്തിലെ അംഗം കൂടെയാണ്. എല്ലാ പരീശന്മാരും ന്യായാധിപ സംഘത്തിലെ അംഗമല്ലതാണ്. അപ്പൊ പരീശന്മാരുടെ ആ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ഇവൻ വരുമ്പോൾ ഇവൻ ആക്ച്വലി യഥാർത്ഥത്തിൽ ഇവൻ ഒരു പ്രതിനിധിയാണ്. അവരനുഭവിച്ചിരിക്കുന്ന, അവരാസ്വദിക്കുന്ന ആത്മീകതയുടെ അല്പം പരിമിതികളെ അല്ലെങ്കിൽ അതിൻ്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കാനായിട്ട് വന്ന ഒരു മനുഷ്യൻ. കഴിഞ്ഞ അവസാന രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് ക്രിസ്തു ഒരു തോട് മുറിച്ച കാര്യം ഞാൻ പറഞ്ഞു, മുറിച്ച് കടന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. നമ്മൾ ആദ്യം പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെ ആത്മീക ചില നിർവൃതികളെയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ചില കടമ്പകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മറികടക്കേണ്ടതായി. ഈ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. വളരെ രസകരമായ ആഴത്തിൽ നിങ്ങളിത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ്റെ 2 വാചകങ്ങൾക്കിടയിൽ നിന്ന് ഒരു ടാഗ് ലൈൻ ഇങ്ങനെ എനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും: ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളോട് അവന് വല്ലാത്ത മതിപ്പ് തോന്നി. അത് സ്വാഭാവികമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും അവസാനം കുരിശിന്റെ സന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ഒരു രാത്രിയിൽ പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കെട്ടപ്പെട്ടവനായി ക്രിസ്തുവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുമ്പോൾ ആ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിരുന്ന ഹെരോദാവ് ചാടിയെഴുതിയ വേദപുസ്തകത്തിൽ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് അവനെ കണ്ടതുകൊണ്ട് ആര് സന്തോഷിച്ചു? ഹെരോദാവ് സന്തോഷിച്ചു. അവൻ വല്ല അത്ഭുതവും ചെയ്യുമെന്ന് അവൻ ആശിച്ചു. വേദപുസ്തകം എഴുതി വെച്ചിരിക്കുക. ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുന്നവർക്ക് ഈ കൗതുകം ഉണ്ടാകും. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ കൗതുകം, ഈ അമ്പരപ്പം. ക്രിസ്തുവിനെ ഇത്തരത്തിൽ ഒന്ന് ആസ്വദിപ്പാൻ നമുക്ക് സാധിക്കുന്നു. ക്രിസ്തുവിനോടൊരു മതിപ്പ് ഈ മനുഷ്യന് തോന്നി എന്നുള്ളതാണ് ഒന്നാമത് ഇവനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. എനിക്ക് ഏറ്റവും ഗൗരവമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ അത്ഭുതങ്ങളെ, കൃത്യമായ അത്ഭുതങ്ങളെയൊക്കെ പറ്റി പറയുന്നത്, അതിനെപ്പറ്റി ഒരു വാചകം പോലും ആര് സംസാരിക്കുന്നില്ല? നിക്കോദീമോസ് സംസാരിക്കുന്നു. നേരെ തിരിച്ച് ഞാൻ നേരത്തെ ഒരു മനുഷ്യനെ സൂചിപ്പിച്ചല്ലോ, ഹെരോദാവ് യേശുവിനെ കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. അവൻ വല്ല അത്ഭുതവും ചെയ്യുമെന്ന് അവൻ ആശിച്ചു. ഇവിടെ ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ നേരിട്ട് നിക്കോദീമോസ് പരാമർശിക്കുന്നുണ്ട്. അവൻ അതിനെപ്പറ്റി ഒരു വാക്ക് പറയുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആത്മീക അന്വേഷണം നടത്തിയിട്ട് എത്ര നാളായിട്ടുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്, വേദപുസ്തകം പഠിക്കുന്നു, ആരാധന നടത്തുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്.
നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തുക. ക്രിസ്തുവുമായിട്ടൊരു രഹസ്യ സംഭാഷണം, ക്രിസ്തുവുമായിട്ടൊരു ആത്മീക സംഭാഷണം, ഒരു ആത്മീക അന്വേഷണം ഗൗരവമായിട്ട് നമ്മൾ നടത്തിയിട്ട് നമ്മൾ ഇതുവരെ കേട്ട് വന്നിരുന്നത് പോലെ അങ്ങനെ അല്ലാതെ പ്രസംഗിച്ചിട്ടുള്ള ആൾക്കാർ ഭയനിമിത്തമല്ല ഈ മനുഷ്യൻ രാത്രി വരുന്നത്. കാരണം ഇതിന് വേദപുസ്തകത്തിൽ തന്നെ തെളിവുകൊണ്ട്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. യോസഫ് യഹൂദന്മാരോടുള്ള ഭയനിമിത്തം രഹസ്യത്തിൽ അവനെ അനുഗമിച്ചിരുന്ന അവന്റെ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് എന്ന് യോഹന്നാൻ കൃത്യമായി 19-ാം അധ്യായത്തിൽ എഴുതുന്നു. നിക്കോദീമോസിനെ പറ്റി പറയുന്ന സമയത്ത് യോഹന്നാൻ എഴുതുന്നത് വളരെ രസകരമാണ്. രാത്രിയിൽ ആദ്യം അവനെ കാണാൻ വന്ന ഒറ്റ വിശേഷമാണ്. അവന് ഭയമല്ല. ക്രിസ്തുവിനെ തനിച്ച് ഒറ്റയ്ക്ക് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ക്രിസ്തുവിനെ, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലല്ലാതെ നിൽക്കുന്ന ക്രിസ്തുവിനെ കിട്ടാനായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, രാത്രിയിൽ അവൻ്റെ അടുത്തേക്ക് പോകും. അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ക്രിസ്തുവിന് തിരക്കൊന്നുമില്ല. അതിനൊരു മറുപുറമുണ്ട്, ഞാൻ അതിലേക്ക് വരികയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കർത്താവിന് ഈ സമയത്തൊന്ന് കേൾക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അതിൻ്റെ ആവശ്യമില്ല. അതിന് വേറൊരു ആത്മീക അർത്ഥമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല, അങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും കേൾക്കും കർത്താവ്. പക്ഷേ നമ്മൾ പറയുന്ന ചോദിക്കുന്ന കാര്യങ്ങളുടെ സൂക്ഷ്മതയെ പറ്റി നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തും. ക്രിസ്തുവിന് ഇപ്പോൾ കേൾക്കാൻ സൗകര്യമുണ്ടോ എന്ന് നിക്കോദീമോസ് അന്വേഷിച്ചു. നമ്മൾ അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിന് സൗകര്യമുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ പറയുന്നത് ക്രിസ്തു കേൾക്കാൻ പാകത്തിലുള്ളതാണോ എന്നുള്ളൊരു അന്വേഷണം നമ്മൾ തീർച്ചയായിട്ടും നടത്തണം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ച ഒരു തുടർച്ചയായിട്ട് പ്രസംഗിച്ച ഒരു ഭാഗത്ത് 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. ഒരു കാര്യം. രണ്ടാമത് ആ ഭാഗം അങ്ങനെ അവസാനിപ്പിച്ചിട്ട് ആ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുമെന്നുള്ള ക്ലോസ് അങ്ങനെ എടുത്ത് ഒഴിവാക്കിയിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. ആദ്യം പറഞ്ഞത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് മാത്രം ചെയ്തു തരും, അപ്പൊ എല്ലാം ചെയ്തു തരില്ല. രണ്ടാമത് പറയുന്നു എല്ലാം ചെയ്തു തരും. എന്നിട്ട് ഒരു വാക്യം അതിൻ്റെ ഇടയ്ക്കുണ്ട്. ആ വാക്യം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്, ആത്മീക സംഭാഷണത്തിൻ്റെ വേറൊരു ഉദാഹരണമാണ്. നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതിനൊരു മോഡൽ വെക്കുകയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും. ആരെ തരും? പരിശുദ്ധാത്മാവിനെ. ഉദാഹരണം അർത്ഥം എന്താ? നിങ്ങളും ചോദിക്കേണ്ടത് ഈ വിധത്തിലുള്ള കാര്യങ്ങളാണ്. കർത്താവ് എന്താ ചോദിച്ചാൽ നമുക്ക് വേണ്ടി? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. അത് ഉദാഹരണ സഹിതം കർത്താവോട് വിശദീകരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചോദിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണം. ഞാൻ വളരെ ലളിതമായി അത് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അന്വേഷണങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആത്മീകമായെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി രണ്ടാമത്, ഇവൻ രാത്രിയിൽ വന്നതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുടെ വ്യാഖ്യാനം പറയാൻ സാധിക്കും. ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ചില കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉപയോഗിച്ചുകൂടെ, എങ്കിലും ഞാൻ ഉപയോഗിക്കുകയാണ്, മനസ്സിലാക്കുന്നത്. ഈ വെകിളി വാസു എന്നുള്ളൊരു പ്രയോഗം നിങ്ങൾ ഒരു സിനിമയിൽ കേട്ടിട്ടുണ്ട്. വെകിളി വാസു എന്ന് വെച്ചാൽ എടുത്തുചാട്ടക്കാൻ. ഉദാഹരണത്തിന് പത്രോസ്. ആത്മീകതയിൽ ഞാനും നിങ്ങൾ പുലർത്തേണ്ട ജാഗ്രതയുടെ നിഴലാണ് ഇത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഭയനിമിത്തമല്ല അവൻ രാത്രി വന്നത്, അവൻ്റെ ആത്മീക ജീവിതത്തിലെടുത്ത ജാഗ്രതയുടെ പേരാണ്. കാരണം ഇവനൊരു ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. അവൻ പരീക്ഷന്മാരുടെ കൂട്ടത്തിലുള്ളവനാണ്. അതിനൊരു നെഗറ്റീവായിട്ട് ഞാൻ വ്യാഖ്യാനിച്ചോട്ടെ. എങ്ങാനും ഇത് ക്രിസ്തു അല്ല എങ്കിൽ അമ്പാടെ പാളിപ്പോകും. അവൻ ഇന്നുവരെ ആചരിച്ചു വന്നതും ആ സമൂഹത്തിൽ അവൻ അനുഭവിച്ചതും അവൻ ഇന്നുവരെ കൂറു പുലർത്തിയതുമായിട്ടുള്ള ആ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നത് ക്രിസ്തു അല്ലാതിരുന്നെങ്കിൽ എന്തു അപകടത്തിലായിരുന്നു.
ഒരു കാര്യം കൂടെ ലളിതമായി അതിനകത്ത് നിന്ന് പറയാം. നമ്മുടെ ആത്മീക നിലപാടുകൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്ന്. മറ്റ് ഏത് കാര്യവും നിങ്ങൾ തീരുമാനിക്കുന്ന, ഒരു വീട് വയ്ക്കാൻ തീരുമാനിക്കുന്ന ലാഘവത്തോടെ, ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന ലാഘവത്തോടെ എടുക്കേണ്ട ഒന്നല്ല ആത്മീക നിലപാടുകൾ. നമ്മുടെ ആത്മീക അന്വേഷണങ്ങൾ അല്പം ജാഗ്രതയോടുകൂടെ ചെയ്യുവാൻ ഈ നാളുകളിൽ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഈ അടുത്ത കാലത്ത് ഫേമസ് ആയ ഒരു വാക്കാണ് തന്ത വൈബ്. പിള്ളേർക്കറിയാം തന്ത വൈബിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാമോ? വളരെ രസകരമാണ്. മെച്യൂരിറ്റി. പിള്ളേർ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ശകാരിക്കും, പിള്ളേരൊന്ന് ഫാഷനബിൾ ആകുമ്പോൾ നമ്മൾ നിയന്ത്രിക്കും. അതിനെ തന്ത വൈബ് എന്നാണ് ഈ പിള്ളേർ വിളിക്കുന്നത്. തന്ത വൈബല്ല, അത് മെച്യൂരിറ്റിയാണ്. ആത്മീക മെച്യൂരിറ്റിയുടെ ഒരു അടയാളമാണ് ആര്? ഈ നിക്കോദിമോസ്. മെച്യൂരിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ പിള്ളേരും കുഞ്ഞുങ്ങൾ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ബൈക്കിൽ പോകുമ്പോൾ അല്പം ശ്രദ്ധിച്ചേ എന്ത് ചെയ്യുള്ളൂ പോവുള്ളൂ. ഞാൻ കളിക്കുമ്പോൾ അല്പം കൂടെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചേ ഞാൻ എന്ത് ചെയ്യുള്ളൂ കളിക്കുള്ളൂ. ഞാൻ ചാടാൻ ഉദ്ദേശിക്കുന്ന ഉയരം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഞാൻ ചാടുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൂടെ വേഗത്തിൽ എനിക്ക് ചാടാൻ. അത് തന്ത വൈബല്ല, മെച്യൂരിറ്റി. ക്രിസ്തീയ മെച്യൂരിറ്റിയുടെ അടയാളമാണ് ആര്? നിക്കോദിമോസ് എന്ന് പറയുന്നത്. അവനൊരു ആത്മീക അന്വേഷണത്തിന് വന്നു. അവനൊരു ആത്മീക അന്വേഷണത്തിന് ഗൗരവമായിട്ട് ഇടപെടുവാനായിട്ട് അവന് അവിടെ എത്തിച്ചേരുകയാണ്. ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ ഭാഗം. ചില സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൽ നിന്നൊരു ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അല്പം ഗൗരവമായി ജാഗ്രതയോടുകൂടെ ക്രിസ്തുവിനെ സമീപിച്ച ഉത്തരം. ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാം. ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആരുടെ പക്കൽ ഉത്തരവുണ്ട്? ക്രിസ്തുവിൻ്റെ ഉത്തരം. ആ രീതിയിൽ ഈ ആത്മീക സത്യത്തിൽ മനസ്സിലാക്കും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കാലതാമസവും സമയക്രമവും ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളും പിതാവ് മഹത്വപ്പെടുന്ന കുറച്ച് സംവിധാനമൊക്കെ വച്ചിട്ട് അവന് മറുപടി തരുള്ളൂ. പക്ഷേ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരവുണ്ട്. ക്രിസ്തുവിൻ്റെ പക്കൽ ഉത്തരവ്. ക്രിസ്തുവും നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണത്തെ അല്പം കൂടെ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഈ രാത്രി നമുക്ക് സാധിക്കും. അടങ്ങാത്ത ഒരു ആത്മീയ യഥാർത്ഥവുമായി നമ്മളിങ്ങനെ ക്രിസ്തുവിൻ്റെ പുറകെ അലഞ്ഞ് രാത്രിയെന്നോ പകലോ എന്നോ ഇല്ലാതെ ക്രിസ്തുവിനെ പിന്തുടർന്ന് സൗകര്യപ്രദമായ രീതിയിൽ ക്രിസ്തുവിനോട് ഇടപെട്ട് ഒരു ഉത്തരം തേടി മടങ്ങിയെത്തുന്ന ഞാനും അവനും മാത്രമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണത്തിന് വേദി ഒരുങ്ങാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീയത പച്ചപിടിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ നിക്കോദിമോസിന്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 45-ഉം 52 വാക്യം ഞാൻ ആ ഭാഗം വിശദീകരിക്കില്ല. ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 52 വരെയുള്ള വാക്യം. ക്രിസ്തുവിനെ പിടിക്കാൻ പല പ്രാവശ്യം യഹൂദന്മാർ ശ്രമിക്കുന്നുണ്ട്, അവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം യേശുവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരുവാൻ ഒരു കൂട്ടം മനുഷ്യരെ പറഞ്ഞു വിടുകയാണ്. അവരവിടെ പോയിട്ട് മടങ്ങി വന്ന് പറയുന്ന വർത്തമാനമൊക്കെ വളരെ രസകരമാണ്. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ചേവകർ അവിടെ പോയിട്ട് വന്നിട്ട് വരുമ്പോൾ അതിൻ്റെ അധികാരികൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത്? ആക്ച്വലി ആർക്ക് കിട്ടിക്കഴിഞ്ഞു യേശുവിനെ? നിക്കോദിമോസിന് ആരെ കിട്ടിക്കഴിഞ്ഞു? യേശുവിനെ കിട്ടിക്കഴിഞ്ഞു. വേദപുസ്തകത്തിൽ സ്പഷ്ടമായ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഈ ചേവകർ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ട്. യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യർക്ക്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നിക്കോദിമോസ് ഒരു കമന്റ് പറയുകയാണ്. ക്രിസ്തുവിന് അനുകൂലമായിട്ടൊന്നുമല്ല കേട്ടോ കമന്റ്. 100% നീതിയെ പ്രതി അവൻ ഒരു വർത്തമാനം അവിടെ പറയുന്നുണ്ട്. ആ പറയുന്ന വാചകം വളരെ പ്രസക്തമായതുകൊണ്ട് ഞാനൊന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം. അവരിൽ ഒരുത്തനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വാചകം അവനെ പരിഹസിച്ച് പറയുന്നതാണ്. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്
ഞാൻ അവൻ്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തു. അവനും ഗലീലക്കാരനോ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ അവനെ അടിച്ചവിടെ അധികാരികൾ ഇരുത്തുകയാണ്. അതിൻ്റെ അർത്ഥം അവനൊരു ആത്മീക അന്വേഷണത്തിനൊടുവിൽ എത്തിപ്പെട്ടത് ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധത്തിലോ അല്ലയോ എന്നൊന്നും ഇവിടെ വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവൻ 100% നീതിയോട് കൂറു പുലർത്തുന്നവനായിട്ട് മാറി എന്നുള്ളതാണ്. ഒരു അല്പം കൂടെ വ്യത്യസ്തമായി പറഞ്ഞാൽ he raised his voice against an injustice. ഒരു അനീതിക്കെതിരെ അവൻ ശബ്ദമുയർത്തി. ഒരു മനുഷ്യനെ പോലും വിചാരണ കൂടാതെ നമ്മൾ പിടിക്കാനായിട്ട് പാടില്ല, വിചാരണയ്ക്ക് ശേഷമേ പിടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ അവൻ്റെ വാചകം പൂർത്തിയാക്കുകയാണ്. പക്ഷേ അതിനൊരു മറുപുറമുണ്ട്. അവൻ്റെ ഉള്ളത്തിൽ ക്രിസ്തു എന്ത് ചെയ്തു തുടങ്ങി? ആ ആത്മീക അന്വേഷണത്തിനൊടുവിൽ, ആ സംഭാഷണത്തിനൊടുവിൽ, ആ മതിപ്പിനൊടുവിൽ, ആ രഹസ്യ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. നമ്മൾ ധ്യാനിച്ച രാത്രിയുടെ അവസാന ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഭൂമിയിലെ ഒരു മനുഷ്യനും തുണയ്ക്കാതിരുന്ന ക്രിസ്തുവിനെ തുണയ്ക്കാനായിട്ട് സ്വർഗം തുറന്ന രാത്രി. ആരെങ്കിലും ഒന്ന് തലോടിയെങ്കിൽ, ആരെങ്കിലും ചുമലൊന്ന് തന്നെങ്കിൽ ഒന്ന് തലചായ്ക്കാമായിരുന്നുവെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് 2 or 3 പ്രാവശ്യം മടങ്ങി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്ന് അവർ ഉറങ്ങിയോ ഉണർന്നിരിക്കുന്നോ എന്ന് നോക്കി വീണ്ടും മടങ്ങിപ്പോയി ചോര കിനിയുന്ന ക്രിസ്തുവിനെ ഗെത്സമനയിൽ നമ്മൾ കാണുമ്പോൾ, ഇതാ ഒരു മനുഷ്യൻ ഇന്ന് വരെയും ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ഒരു കൂടിക്കാഴ്ചയിലോ ബന്ധത്തിലോ എത്താത്ത മനുഷ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ ഗണത്തിലില്ലാത്ത മനുഷ്യൻ, നേരത്തെ പറഞ്ഞ ശിഷ്യന്മാരുടെ ഗണത്തിലില്ലാത്ത മനുഷ്യൻ, ഒരു രഹസ്യ ശിഷ്യൻ, ഒരു നിശബ്ദ സ്നേഹിതൻ, ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം പ്രണയം കൊണ്ട് നടക്കുന്ന ഒരാൾ ക്രിസ്തുവിന് വേണ്ടി വാദിക്കുന്നു. ആത്മീയതയ്ക്ക് പ്രത്യേകിച്ച് സമയങ്ങളൊന്നും വേണ്ട. ആത്മീയതയ്ക്ക് പ്രത്യേകിച്ച് സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും വേണ്ട. അവൻ ക്രിസ്തുവിന് വേണ്ടി വാദിക്കുക. അവിടെയും അവനൊരു ജാഗ്രത പുലർത്തുന്നുണ്ട്. നമ്മുടെ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നില്ല? അനുവദിക്കുന്നു. അവിടെയും അവരുടെ ന്യായപ്രമാണത്തെ കൂട്ടുപിടിച്ചാണ് ഈ യോഹന്നാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ മനുഷ്യൻ ആരായിരുന്നെന്നറിയാമോ? ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം സുവിശേഷങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് എല്ലാവരും സുവിശേഷം എഴുതാനായിട്ട് വ്യാപൃതനായിരുന്നപ്പോ അന്നത്തെ ചരിത്രത്തെ ആലേഖനം ചെയ്ത ഒരു മനുഷ്യനുണ്ട്, ജോസീഫസ്. ചില പഠനങ്ങൾ പറയുന്നത് യഹൂദ ചരിത്രകാരനായ ജോസീഫസ് ആണ് നിക്കോദീമോസ് എന്നാണ്. ഞാനത് എടുക്കുന്നില്ല, എനിക്കത് വിശദമായി ഒരു തിയോളജിക്കൽ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇച്ചിരി കൂടെ ബലമുള്ള ഒരു വാദം ഈ ജോസീഫസിന്റെ സഹോദരനായ നിക്കോദേമോസ് ബൻഗൂറിയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ നിക്കോദേമോസ്. അവൻ ശിഷ്യനായില്ല, അവൻ അപ്പോസ്തലനായില്ല, ക്രിസ്തു മത പ്രചാരകനായില്ല. അവന് സവിശേഷമായ ഒരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് സാധിച്ചു. അവൻ്റെ പണം മുഴുവൻ ഇവൻ ഈ ജോസീഫസിന്റെ ഗവേഷണങ്ങൾക്ക് നൽകി. അല്ലെങ്കിൽ ഇവൻ തന്നെ സ്വയം ജോസീഫസ് ആണെന്നുള്ള വാദം എടുത്തു കഴിഞ്ഞാൽ ഇവൻ തന്നെ അതിലേക്ക് വ്യാപൃതനായിത്തീരുന്നു. ഞാൻ ഇങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് അവസാനിപ്പിച്ചത്. 2 തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇവൻ നേരിട്ടു. ഈ ഒരു ചരിത്ര രചനയുമായി ബന്ധപ്പെട്ടവൻ വ്യാപൃതനായി, അല്ലെങ്കിൽ സഹോദരനെ അതിനെ സഹായിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തുമതം പൂർണ്ണമായി സ്വീകരിച്ചതുകൊണ്ട് അവൻ നേരിട്ട കൊടിയ പീഡനങ്ങളുടെ ഫലമായി പരമദരിദ്രനായി ആര് മാറി? ജോസീഫസ്. ക്രിസ്തു എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്? ഇതുപോലൊരു നിശബ്ദ സ്നേഹിതനും യേശുവിനെ കാണാനും വന്ന സക്കായിയുടെ കഥ നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് സമയം കൊടുക്കുന്നു. ഇവൻ 6000 പേരുടെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് പുറത്തിറങ്ങുന്ന കാഴ്ച യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവനും രാത്രിയിൽ ആദ്യം അവന്റെ അടുക്കൽ വന്ന നിക്കോദീമോസും അരിമഥ്യയിലെ രഹസ്യ ശിഷ്യനായിരുന്ന യോസഫും കൂടെ വന്ന് യേശുവിന്റെ ശവശരീരം ക്രിസ്തുവിന് ജീവിച്ചിരുന്നപ്പോൾ ഒന്ന് ചുമല് കൊടുക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഈ 2 മനുഷ്യർക്കും സാധിച്ചില്ല. ശിഷ്യന്മാർ ഒട്ടും ചെയ്തില്ല. ശിഷ്യന്മാർ ചെയ്യുമെന്നാണ് കർത്താവ് വിചാരിച്ചത്. നമ്മളാരും ചിന്തിക്കുന്ന പോലെ കർത്താവിന് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള വാദം ശരിയല്ല. ക്രിസ്തു പ്രതീക്ഷിച്ചിരുന്നു ഈ മനുഷ്യർ കൂടെ നിൽക്കുമെന്ന്. നിന്നില്ല. എന്നാൽ അവസാനം ഇതെങ്കിലും ചെയ്യാൻ 2 മനുഷ്യരെ ദൈവം എന്ത് ചെയ്തു? ഒരുക്കുക. തനിക്കായി ഒരുക്കിയിരുന്ന കല്ലറ വിട്ടുകൊടുത്ത യോസഫും
നിക്കോദീമോസ് ചെയ്യുന്ന ഒരു കാര്യം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 100 റാത്തൽ വിലയുള്ള മീറും, പിന്നെ ഒരു സാധനം ഇവിടെ പറയുന്നത് ചെന്നിനായകം എന്നാണ് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വേറെ എന്തോ ഒരു പദമാണ് നമ്മുടെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തോ ആകട്ടെ, 100 റാത്തലിനൊരു പ്രത്യേകത. രാജാക്കന്മാരെ അടക്കുമ്പോൾ കൃത്യമായി 100 റാത്തൽ സുഗന്ധദ്രവ്യം ഇടണം. സാധാരണക്കാരെ അടക്കുമ്പോൾ 5 റാത്തലോ 10 റാത്തലോ ഒക്കെ മതിയാകും. 100 റാത്തൽ അത്രയും ധനമായിരുന്നു. ചരിത്രം പറയുന്നത് പിന്നെ അന്ന് യഹൂദയിലുണ്ടായിരുന്ന 3ാമത്തെ ഏറ്റവും വലിയ പണക്കാരനാണ് ആര്? ആത്മീകമായി സമ്പന്നൻ, ഭൗതികമായി സമ്പന്നൻ. ഇപ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ അടക്ക ശുശ്രൂഷയ്ക്ക് തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നിശബ്ദ സ്നേഹമുണ്ടോ? ഞാനൊരു വാചകം കൂടെ പറഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ചിന്തകളെ വേർപെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമായി ചേർന്ന് നിൽക്കാൻ ലഭിക്കുന്ന, ആ ശുശ്രൂഷയുടെ ഭാഗവാക്കാകാൻ ലഭിക്കുന്ന ഏതെങ്കിലും ഒരാസം കിട്ടുകയാണെങ്കിൽ വിട്ടുകളയും. പത്രോസിന് സാധിച്ചില്ല, യോഹന്നാന് സാധിച്ചില്ല, ശേഷം അപ്പോസ്തലന്മാർക്ക് സാധിച്ചില്ല. സാധിച്ച ചില സ്ത്രീകളുണ്ട്, യോഹന്നാനുണ്ട്, അല്പമെങ്കിലും സാധിച്ച യോഹന്നാനുണ്ട്, പൂർണ്ണമായും സാധിച്ച നിക്കോദീമോസും യോസഫും. വിശ്വാസത്തിൻ്റെ അടുത്ത പടി വളരെ ഗൗരവമായി എന്ന് കേൾക്കണം. വിശ്വാസത്തിൻ്റെ അടുത്ത പടി അത്ഭുതമല്ല, അടയാളമല്ല, സ്നേഹം. എന്താണ് സ്നേഹം? അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച ചില മനുഷ്യരുടെ കഥയാണ് വേദപുസ്തകം. അങ്ങനെ സ്നേഹിച്ച മനുഷ്യരുടെ, ക്രിസ്തുവിനെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച ചില മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് നിൽക്കുന്ന സഭ. ക്രിസ്തുവിനെ നിശബ്ദമായി പ്രണയിച്ച നിക്കോദീമോസ് നമുക്കൊരു പാഠമാകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ ദരിദ്രനായി തീർന്നു. അവൻ്റെ ജീവിതം മുഴുവൻ ശുശ്രൂഷയ്ക്കും സേവനത്തിനുമായിട്ട് അവൻ വിട്ടു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ക്രൂസിന് അല്പം കൂടെ പുണരാൻ, ക്രൂസിനെ അല്പം കൂടെ അടുത്ത് നിന്നറിയാനൊക്കെ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമുക്ക് ഏതോ ഒരു ശുശ്രൂഷ ക്രൂശുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. ആ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ.